19 വയസ്സുള്ള ഒരു കുട്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു. അതിനെ ഒരു കൊടിയ പാപമായിട്ട് കാണുന്ന മീഡിയകൾ അതിനും അക്രമമായിട്ട് പ്രതികരിക്കുന്ന കമന്റുകൾ. ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന, ഐ തിങ്ക് ഷീസ് എൻ ആക്ടിവിസ്റ്റ്, അവരുടെ ഒരു പോസ്റ്റാണിത്. ആൻഡ് ഈ പോസ്റ്റിന് ആധാരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കുറച്ച് ദിവസം മുമ്പാണ് കേരളത്തിൽ സംഭവിച്ചത്. വയറുവേദന എന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നു. 19 വയസ്സായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ശുചിമുറിയിൽ വെച്ച് കുട്ടി പ്രസവിച്ചു. അതിൻ്റെ ജനലിലൂടെ കൈക്കുഞ്ഞിനെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. ഇത്തരത്തിലുള്ളതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന് ശ്രമിച്ചു എന്നുള്ളതാണ് വാർത്തയായിരുന്നത്. ആൻഡ് ഈ വാർത്ത എല്ലാ ആൾക്കാരും ഞെട്ടലോടുകൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അത് കേട്ടത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുട്ടി ചെയ്തതിനെ ഒരിക്കലും നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു കൈക്കുഞ്ഞിനെ വലിച്ചെറിയുക അല്ലെങ്കിൽ അതിന് ശ്രമിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ജീവനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ജീവന് ഹാനികരമായേക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അതുകൊണ്ട് തന്നെ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അതിനെ ഒരു കൊടിയ പാപമായിട്ട് കാണുന്ന മീഡിയകൾ എന്ന് പറയുന്നിടത്ത് അവർ ഈ ഒരു മിസ്റ്റേക്കിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇനി ഇതിൻ്റെ അടുത്തൊരു ലെയറിലോട്ട് വന്നാൽ, ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ആയിരിക്കത്തില്ലല്ലോ ഇങ്ങനൊരു കുഞ്ഞുണ്ടാവുന്ന ഒരു പ്രോസസ്സിലോട്ട് എത്തിയത്. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സംഭവിച്ചത് ഒരു പക്ഷേ പ്രണയത്തിൽ സംഭവിച്ച കാര്യമായിരിക്കാം. മനുഷ്യരാണ്, മനുഷ്യർക്ക് ലസ്റ്റ് എന്ന് പറയുന്നൊരു വികാരമുണ്ട്, അതിൻ്റെ പുറത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം. ഏത് ഇൻസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെയും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു പ്രവൃത്തിയിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. ഇവിടെയൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിലെ ചില പാളിച്ചകൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തത്, ഒരു കുട്ടിക്ക് ഒരു സർട്ടൺ ഏജ് കഴിയുന്ന സമയത്ത് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് വളരെ കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചിട്ടും അവർക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കേണ്ടെന്ന് ഒരു അത്യാവശ്യമുണ്ട്. ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ പോലും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത്തരത്തിലുള്ളൊരു ചാപ്റ്റർ വരുന്ന സമയത്ത് ടീച്ചേഴ്സ് അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാണ്ട് അതിൻ്റെ ഒരു ബയോളജിക്കൽ ഫാക്റ്റുകൾ മാത്രം പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് പിന്നെ എന്തൊക്കെയൊക്കെ ആയിട്ട് കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊക്കെയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ആളുകളിൽ എത്ര തരത്തിലുള്ള തെറ്റുകളിലോട്ട് പോകുന്ന മറ്റ് വ്യക്തികളും കൂടി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സോ സുരക്ഷിതമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച്, അതിന് ഉപയോഗിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരു ഏജ് കഴിയുമ്പം ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ 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 അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മനുഷ്യരാണ്, മനുഷ്യർക്ക് ഒരു നിമിഷത്തെ വികാരങ്ങൾ മതി പല കാര്യങ്ങളിലോട്ട് എത്താനായിട്ട്. സോ ഇത്തരത്തിലുള്ള ടീച്ചിങ്ങുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഈ കുട്ടി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഒരു പക്ഷേ അതിൻ്റെ വീട്ടിലുള്ള ആളുകൾ ഇത് അറിയാണ്ടിരിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തെറ്റ് സംഭവിച്ചാൽ ഇനി എങ്ങനെ സൊസൈറ്റീനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ചെയ്തിട്ടുള്ള അബദ്ധമായിരിക്കും. എനിവേസ്, ഇത് എന്തൊക്കെ തരത്തിലുള്ള കാര്യമാണെങ്കിലും വീടുകളിൽ പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ തങ്ങളൊരു കാര്യം ചെയ്താൽ അത് വീട്ടിൽ വന്നിട്ട് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അവരതിനൊരു സൊല്യൂഷൻ തരുമെന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് എൻ്റെ പാരൻസ് ആയിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പ് ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കണം. എന്ന് കരുതിയിട്ട് കുട്ടികൾ തെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്. ഇതുപോലെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതിനേക്കാട്ടിലും മുമ്പൊക്കെ പല പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. സൊസൈറ്റിയിൽ പലതരത്തിലുള്ള പല മൈൻഡ് സെറ്റിലുള്ള പലതരം ചിന്തകളിലൂടെ കടന്നു പോകുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കണമെങ്കിൽ ഒരു പരിധിവരെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്ന ഹെൽത്തി കമ്മ്യൂണിക്കേഷൻസിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. അപ്പം അതും കൂടെ നമ്മളെല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീടുകളിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടാകേണ്ടെന്ന് ഒരാവശ്യമുണ്ട്. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് 19, 20, 18, 24 ഒക്കെ വയസ്സ് പ്രായമുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം പ്രായമുള്ള യുവാക്കളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കാര്യത്തിൽ ഇമ്പൾസീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനേക്കാട്ടിലും മുമ്പ് അതിൻ്റെ വരായികകളെ കുറിച്ചിട്ടൊക്കെ നല്ലോണം ചിന്തിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട്, നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സ്വയം എഡ്യൂക്കേറ്റ് ചെയ്യുക. നാളെ ഉണ്ടാകുന്ന വരായികകളെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റ് മതി
സൊസൈറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്ക്രൂട്ടനൈസ് ചെയ്യാനും ലൈഫ് ലോങ് നിങ്ങളെ ഭയങ്കരമായിട്ട് ചിത്രവധം ചെയ്യാനും ഒക്കെ. അപ്പം അതിലോട്ട് നമ്മൾ എത്താണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്താലും ചിന്തിച്ച് തീരുമാനം എടുക്കുക. ചിന്താശേഷി നമുക്ക് എല്ലാ ആൾക്കാർക്കും ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് തീരുമാനങ്ങളും എടുക്കാനായിട്ട്. ഇനി ശ്രീലക്ഷ്മി അറക്കലിൻ്റെ പോസ്റ്റിലുണ്ടായിരുന്ന കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെ കുറിച്ചിട്ട്, അത് അവർ പറയുന്നതിനോട് നമുക്ക് യോജിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് കേൾക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള മാനസിക ആനന്ദമൊക്കെയാണ് സംഭവിക്കുന്നത്. അവർക്ക് എന്താണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. സോ ഇവരും ഈ പറയുന്നത് പോലെ അത്ര നല്ല മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതായത് ഒരാൾക്കൊരു തെറ്റ് പറ്റിക്കഴിയുമ്പം സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി ഉണ്ടായേക്കാവുന്ന പ്രോബ്ലംസ്, അയാളുടെ ഫാമിലീനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത, എമ്പത്തിയാണ് നമുക്ക് ശരിക്കും വർക്കാവേണ്ടത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള തെറ്റുകൾ കാണുമ്പം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ചാപ്റ്ററും കൂടിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പക്ഷേ അതിന് പകരം ചില വ്യക്തികൾ ഇടുന്ന കമൻറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി അറച്ചു പോകും. അത്തരത്തിലുള്ള കമൻറ്റുകളാണ് ആളുകൾ ഇടുക. ഏതാണ്ട് അവർക്ക് ഈ പെൺകുട്ടിയുടെ ജീവിതം താറുമാറായതിൽ, അവൾ ചെയ്ത പ്രവൃത്തിയിലൊക്കെ വളരെ 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 മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ചിത്രവധം ചെയ്ത്, അതുപോലെ തന്നെ ഒരു 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 കമ്മ്യൂണിറ്റീനെ മുഴുവൻ, അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറി പെട്ടിട്ടുള്ള കുട്ടികളെ മുഴുവൻ അവരെല്ലാം കണക്കാണെന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന ഒരു വലിയ ശതമാനം മനുഷ്യരുള്ള സൊസൈറ്റിയാണ് കേരളത്തിലുള്ളത്. അപ്പം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നുള്ളൊരു ചൊല്ലൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെ കുറിച്ചിട്ടും ചിന്തിക്കേണ്ടത്. ഒരു കണ്ണാടിയിൽ സ്വയം പോയി നോക്കുക. എല്ലാം തികഞ്ഞ ആളുകളാണോ നമ്മൾ എന്നുള്ളത് ചിന്തിക്കുക. തെറ്റുകൾ ചെയ്യാനായിട്ട് തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ സെൽഫ് കറക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ചോദിക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെയുള്ള ഒരാളാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. എനിവേയ്സ്, തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി മുന്നോട്ട് പോവുക. തെറ്റുകൾ ഇല്ലാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനും, അവരോട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിനക്ക് എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും അത് ഞങ്ങളോട് ആദ്യം വന്ന് പറയണം, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന ഉറപ്പ് കൊടുക്കാനും കൂടിയുള്ള ഒരു സാഹചര്യമായിട്ട് ഇതിനെ കാണണം. അല്ലാണ്ട് ഇത്തരം തെറ്റുകളെ നമുക്ക് നോർമലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത്തരം തെറ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്.